ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഈസി ആയിട്ടൊരു മുട്ടക്കറി റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നന്നായി റോസ്റ്റായി വന്നതിന് ശേഷം അതിലേക്ക് 3 അരിഞ്ഞ പച്ചമുളകും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് എടുക്കാം. റോസ്റ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് 2 മീഡിയം സൈസ്ഡ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള വേഗം വഴന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഏകദേശം 5 മിനിറ്റോളം വഴറ്റി. അപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ മുട്ടക്കറിക്ക് പച്ചമുളകിൻ്റെ എരിയാണ് കൂടുതലായിട്ട് വേണ്ടിയത്. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് മുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി വേണ്ട എന്നുള്ളവർക്ക് ഒരു പച്ചമുളകും കൂടെ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അല്പം വെള്ളം കൂടെ ചേർത്ത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 5-6 മിനിറ്റ് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 4 മുട്ടയാണ് ചേർക്കുന്നത്. അത് നടുവേ മുറിച്ചാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്കിത് മുറിക്കാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ മസാലയുടെ ഫ്ലേവറൊക്കെ മുട്ടയിലേക്ക് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ഏകദേശം 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഇത് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ മുട്ടയിൽ ഈ ഫ്ലേവറൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇപ്പോൾ ഏകദേശം 5-6 മിനിറ്റായി നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ ഗ്രേവിയൊക്കെ കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഇത് ലൂസായിട്ടുള്ള തേങ്ങാപ്പാലാണ്, 1-ാം പാലല്ല. ഞാനിവിടെ പൊടി കലക്കിയാണ് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങാപ്പാൽ പൊടി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്കിത് തേങ്ങ വെച്ചുള്ള തേങ്ങാപ്പാലാണെങ്കിലും കുഴപ്പമില്ല, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് 2-ാം പാലായതുകൊണ്ട് തന്നെ കുറച്ച് നേരം തിളപ്പിക്കുന്നത് കൊണ്ട് ഈ പാല് പിരിഞ്ഞു പോകുന്നില്ല. അപ്പം നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ മുട്ടയിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി തൂക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. താങ്ക്